പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പൈസ ഇൻവോൾവ് ആണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ 1,00,000 രൂപയ്ക്ക് ചെയ്യാന്ന് വിചാരിക്കുന്ന സാധനം വളർന്ന് 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 3-4 പോകും. ഇതൊക്കെ അറിയായിരുന്നോ? ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിയാം. എന്തായാലും നമ്മൾ എന്തായാലും ഇടുന്ന ബഡ്ജറ്റിനനുസരിച്ചിട്ട് എന്തായാലും ഒരു വർക്ക് തീരില്ല. അത് ഏതൊരു വർക്കായാലും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഇത്രയും മിനിമം വെച്ച് ചെയ്യണമെന്ന് കരുതിയാലും ആ ഒരു ലിമിറ്റിൽ എന്തായാലും വർക്ക് നിൽക്കൂല. എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ എത്ര ഉയരത്തിൽ പോയി ബഡ്ജറ്റ്? ബഡ്ജറ്റിൻ്റെത് ഞാൻ പറയുന്നില്ല എത്രയാന്നുള്ളത്. പക്ഷെ സാധാരണ ഒരു ആൽബം എടുക്കുന്നതിനെക്കാട്ടിലും ഒരു എമൗണ്ട് ആയി. ഡയറക്ടർ അതിനൊരു കാരണക്കാരനായോ കുട്ടിയുടെ ബഡ്ജറ്റ് ഉയർത്തുന്നതിൽ? ഒരു കണക്കിനായെന്ന് പറയാം. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? കാര്യം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ലവ് യു ബേബിയുടെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം 2 വർഷം മുമ്പാണ്. എന്നാൽ അത് പിന്നീട് നമുക്ക് ആഗ്രഹം കാണുമല്ലോ, ഒരു ആള് നല്ലൊരു വോയിസ് പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ആക്ടർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി റീച്ച് ആവും. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു, ഇന്ന ആൾ വന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മ്യൂസിക്കൽ ആൽബത്തിലോട്ട് ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരിയാണ്, ആൽബം അല്ലേ വേണോ എന്ന് ആലോചിക്കുക. അതെ. പക്ഷേ അരുൺ ധൈര്യത്തോടു കൂടെ കടന്നു വന്നു.